അതിർമറന്ന കളിക്കുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ, ബാക്കിയൊന്നുമില്ല. എൻ്റെ ഉമ്മ പറയുന്നത്. പക്ഷേ ഉമ്മാനോട് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു. ആ വിഷമം കാരണം ഉമ്മാക്ക് നല്ല വിഷമമായി. കാരണം ഇത്രയും കൊല്ലമായിട്ട് ഉമ്മാക്ക് തന്നെ അറിയാം. കാരണം ഉമ്മാക്ക് പൈസ കിട്ടുന്നില്ല. കാരണം ഇതുവരെ ഞാൻ കാരണം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്താ പൈസ ഇല്ലാത്ത എനിക്കിങ്ങനെ പറയാൻ പറ്റൂലല്ലോ, നീ അത് ഇങ്ങനെ ആക്കി നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ ഗതി കെട്ട് എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു വിഷമം കണ്ട് ഞാൻ ഉമ്മാനോട് തുറന്ന് മൊത്തം അങ്ങ് പറഞ്ഞു. ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, നീ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇത്ര ആട്ടും തുപ്പും കേട്ടിട്ട് നീ എന്തിനാ അത്രയും നിൽക്കുന്നത്? നിൽക്കുന്ന ഒന്നിക്ക് നീ വീട്ടിൽ വരിക, ഒന്നിക്ക് നീ പണിക്ക് പോവുക. അതാ എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുള്ളൂ. പിന്നെ ആ അവസാനം ഇന്നലെ പെരുന്നാൾ ശേഷം വരെ വരുമ്പോൾ ഒരു ഉറുപ്പ്യ ഉണ്ടായിട്ടില്ല. ഉമ്മ അപ്പുറത്തുനിന്ന് കടമായിട്ട് എനിക്ക് തരും ഒരു 500 രൂപ. ഇതുവരെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഉമ്മാനോട് ഞാൻ പൈസയ്ക്ക് ഞാൻ ചോദിച്ചില്ല. അങ്ങോട്ട് ഞാൻ ഒരു 100 രൂപ പോലും ഞാൻ ഉമ്മാനോട് ഞാൻ ചോദിച്ചില്ല. ഞാൻ അത്രയും ഗതി ഇല്ലാത്തതുകൊണ്ട്, കാരണം അത്രയും കൈമിലില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഉമ്മാനോട് ഞാൻ ഒരു 500 രൂപ ഇങ്ങോട്ടേക്ക് ചോദിച്ചത്. ഞാൻ ഒന്ന് പോട്ടെ. അപ്പോൾ ഉമ്മ എടുത്തതാണ്. ഉമ്മക്ക് തരാണ്ടിരിക്കാനും കഴിയില്ല. കാരണം സ്വന്തം മോൻ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉമ്മക്ക് തരാണ്ടിരിക്കാനും പറ്റൂലല്ലോ. ആ ഒരു പൈസക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. അത്ര പോലും എൻ്റെ കൈമിൽ പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ പോട്ടെ, അതൊക്കെ വിട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അതൊക്കെ വിട്. ഷമീറ എല്ലാവർക്കും അറിയുന്ന കാര്യം, 2-2.5 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള മമ്മൂന്, അതായത് എനിക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്കറിയോ? എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ് വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോണ്. അതാണ് പല ആൾക്കാർക്ക് മോനെ ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം പറയാം. എനിക്ക് പണ്ടൊരു ഐഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു ഐഫോൺ 14 തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ലൈവിൽ ഇതാക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂവിലാണ് എനിക്കത് തരുന്നത്. ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിലാണ് എനിക്കവൻ തന്നത് അത്. അപ്പോൾ അങ്ങനെ അവൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഓൻ തന്നത് 5000 രൂപയാണ്. ഓൻ 5000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാനും വിട്ട് എൻ്റെ കയ്യിലുണ്ടായ ആ സമയത്തുള്ളൊരു റിയൽമിയുടെ ഒരു ഫോണുണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിന് തന്നെയാണ് വെക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്താൽ ഇത്ര എക്സ്ചേഞ്ച് വാല്യൂ അങ്ങനെ എന്തോ, അത് അതിൻ്റെ തെളിവുണ്ട്. അതും ഞാൻ അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട് ഇവൻ തന്നത് 5000 രൂപയാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയ ഇതില്ല, ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ച് തരുമ്പോൾ അതിന് വില കൂടും, അതിന് ഇത് കൂടും എന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്കൊരു ഫോൺ മേടിച്ച് തരുന്ന പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പിൽ തൊപ്പി മേടിച്ച് തന്ന ഫോൺ മേടിച്ച് തന്നല്ലേ, തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ച് തന്നു, ഭയങ്കരം തന്നെ തൊപ്പി ഇത്, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആടുന്ന് വീടുന്നെല്ലാം ഇതാക്കിയ പൈസ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വാങ്ങുന്നുള്ളത്. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച പൈസ 5000 രൂപ ഇവൻ തന്നിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങുന്നത്. മനസ്സിലായോ? അതൊന്നും ആർക്കും അറിയത്തില്ല. കാരണം എനിക്കും ഹെൽത്ത് വിഷമമുണ്ട്. കാരണം ഇവ എല്ലാവർക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് വിഷമിക്കും. കാരണം ഈ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് എനിക്ക് ഒരു ഫോൺ പോലും തന്നിട്ടില്ല എന്ന് ഞാൻ ചോദിക്കും. നീ അത് എനിക്ക് ഞാൻ തന്നെ ചോദിച്ചു. കാരണം ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, നീ അത് എനിക്ക് ഐഫോണൊന്നും വേണമെന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതി. ഞാൻ ഡിസ്പ്ലേ ആക്കിയിട്ട് 3 പ്രാവശ്യം ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോകും. ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ, അത് മാറ്റിയിട്ടാൽ മതി. ഒരു 1200 റുപ്യേൻ്റെ ലോക്കൽ ഡിസ്പ്ലേ അങ്ങ് മാറ്റിയിട്ടാൽ മതി മുമ്പ്, നീ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. കാരണം ഞാൻ എങ്ങനെയാ സഹിക്കുന്നത്? എൻ്റെ മുഖത്ത് ഇവന്മാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഷെയ്ഖിൻ്റെ വീട്ടിൽ നമ്മൾ പോയി, ഒരു ദിവസം നമ്മൾ പോയി, എന്തോ പരിപാടിക്കാട്ടം പോയതാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം നിന്ന്, അന്ന് രാത്രിക്ക് എന്തോ തമാശ രീതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ തമാശ പറയുമ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ പ്രൊമോഷൻ ചെയ്യൂലേ? ഞാനെന്ത്, എല്ലാവരും തമാശ എന്ന് പറയുമ്പോൾ അനക്കും തമാശ പറയാലോ. അനക്കും തമാശ പറഞ്ഞൂടെ? തമാശ പറയാം. തമാശയൊക്കെ ലൈവിലേ ഉള്ളൂ ഗൈസ്. അതിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ വലിയ മൊത്തം സീരിയസ് ആയി ഇവന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഇതാക്കുന്നു, വീഡിയോ ഇതാക്കുന്നു. അതില് തമാശ, അതില് ഇത് എന്നല്ലാണ്ട് നമ്മളെ ഇടയിൽ അങ്ങനെ ഇതൊക്കെ കുറവാണ്. ഞാനും ഓനും പേഴ്സണലായിട്ടുണ്ടെങ്കിലും ബാക്കി ഇവരെല്ലായിട്ട് അത് വളരെ കുറവാണ്. മനസ്സിലായോ? കാരണം അവന് ഈ പറഞ്ഞ പോലെ ഇവരെ വെച്ച് ഇതാക്കുക, എന്നെ വെച്ചിട്ടായാലും ഇതാക്കുക എന്നല്ലാണ്ട് ഇതാണ് ഓന് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇതാക്കി ഓൻ്റെ ഇത് കൂട്ടുക, ഓൻ്റെ എക്സ്പോഷർ അത് കൂട്ടുക, അത് ചെയ്യുക, ഇതാക്കുക. ആ ഒരു സാധനമാണ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും. ഓൻ നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ ഞാൻ പറയാം ഗൈസ്, എല്ലാം ഫേക്കാണ്. ഓൻ ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറൻ്റെ മുമ്പിൽ മാത്രമേ ഓൻ കൊടുക്കൂ.
ആ കൊടുക്കുന്നതിന് 2 രൂപ ഓൻ കൊടുക്കുന്നതിൽ നിന്ന് 10 രൂപ ഓൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് ഓൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഓനത് കൊടുക്കും. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരായിക്കൊണ്ട് നമുക്കത് അത്രയും കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ കാര്യമോ അല്ലെങ്കിൽ തുപ്പീനെ നമ്മളങ്ങനെയല്ലോ കണ്ട് തുപ്പി ഇങ്ങനെ ചെയ്യുമോ, ഇവർ അങ്ങനെ പലതും ചിന്തിക്കാം. പക്ഷേ നമ്മളതിൽ പ്രൂഫുണ്ട്, മനസ്സിലാവും. ഇത് ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറഞ്ഞാൽ മമ്മൂൻ്റെ വീടാണ്. 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ഇവൻ്റെ വീട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ എല്ലാം എടുത്തേക്കാണ് പോയത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഇത് യൂട്യൂബിൽ തന്നെ ഉണ്ട്. എത്ര മാസം എത്ര പൈസ വെച്ച് ഏതെല്ലാം അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ളത് യൂട്യൂബിലുണ്ട്. അത് ഞാൻ ഇതാക്കേണ്ട ആവശ്യമില്ല, അത് യൂട്യൂബിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം ലൈവിൽ. പിന്നെ ഈ മെസ്സിൻ്റെ ഇതിൻ്റെ ഒന്നും നമ്മളെ കയ്യിലില്ല, അല്ല നമ്മളെ പേഴ്സണൽ അനുഭവം. പിന്നെ ഈ മുഖത്ത് ചോട്ടി എന്നൊന്നും പറയുന്നത് നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഇവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. പക്ഷേ അതെല്ലാം ആൾക്കാരാണ് തെളിവില്ല. അതായത് വീഡിയോഗ്രമായിട്ടുള്ള സാധനങ്ങളൊന്നും. പക്ഷെ കണ്ട ആൾക്കാരുണ്ട്. കാരണം ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അവിടെ നിന്നിന്. കാരണം എന്തൊരു തമാശ രീതിയിൽ നിയാദൻ അല്ല എന്തിനാന്ന് ചോദിക്കുമ്പോൾ പാടും കാലി ഇങ്ങോട്ടേക്കാണ് വന്നത്. കാരണം ഒന്നും പറയാം. കാരണം അത്രയും അതിന് മുമ്പ് ഞാനൊരു കാര്യം, അതിന് മുമ്പ് വരെ എനിക്ക് നീ അതിന് ഭയങ്കര ഇഷ്ടം. കാരണം അന്ന് ഇത്രയും എത്തിച്ചത് ഒന്നില്ലായ്മയിൽ നിന്ന് ആൾക്കാർ ആരും അറിയാത്തതിൽ നിന്ന് തന്നെ അറിഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇത് നീയാദിനോട്. ഞാൻ ഇപ്പോൾ എന്നോട് പറയാം, എനിക്ക് അന്നേരം നിന്നെ ഇഷ്ടേനു, എല്ലാവരും ഇഷ്ടമായി. പക്ഷേ നീ അന്ന് എൻ്റെ ആ മുഖത്ത് ചവിട്ടി. കാരണം അത് എനിക്ക് വിഷമായിനടാ, ചവിട്ടിയാനല്ലടാ വിഷമായത്. പക്ഷെ കൂട്ടത്തിൽ നിന്നിട്ട് അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്നിട്ട് നീ എൻ്റെ മുഖത്ത് ചവിട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന ഉമ്മ സത്യായിട്ട് ആ ഒരു വേദന എനിക്ക് ഉണ്ടായത്. കാരണം അന്ന് ഞാൻ കരഞ്ഞിന്. കാരണം ഇവനോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും ആടില്ല ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ല. കാരണം കണ്ണിന്ന് വന്ന ഒരു ഇതുണ്ട്. എന്തോ പറഞ്ഞു, നീ പറഞ്ഞില്ല എന്തോ പോവാന്ന് പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം യൂട്യൂബ്. അതെ ഞാൻ പറഞ്ഞു. നീ അതിനോട് അത്രയും വിഷമം കിട്ടിച്ചാ പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇതില്ലാത്ത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയെന്ന് ഞാൻ പണിയെടുത്തിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം പോറ്റിട്ട് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നാൽ നീ പോകുന്നുണ്ടേ പോട് നിൻ്റെ ഇൻസ്റ്റാഗ്രാമും നിൻ്റെ ചാനലും ഇതെല്ലാം ഇതാക്കിക്കോ. നിൻ്റെ ഇതെല്ലാം ഞാൻ ഇല്ലോണ്ടല്ലേ എത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങി വിട്ടോന്ന് എന്നോട് പറഞ്ഞത്. ഓക്കെ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വെക്കാം, പക്ഷേ നമ്മൾ എഫേർട്ടും കൂടി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തൂലല്ലോടാ ഷമീറ. ഓനെ വളർത്തിയത് ഓക്കെ, അത് ഞാൻ തെറ്റീകരിക്കുന്നില്ല. നീ അതില്ലോണ്ടാണ് നമ്മളും എല്ലാവരും ഇവിടെ എത്തിയത്. പക്ഷെ നീ അതൊരു കുളത്ത് ഇട്ടതേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ എഫേർട്ടും കാര്യങ്ങളും എടുത്തത് നമ്മളാണല്ലോ ലൈവില്. അല്ല ഓനുള്ളോണ്ടാണ് ഈ പറഞ്ഞ ഓഡിയൻസും ഇവരും ഒക്കെ കണ്ടത്. അത് സത്യം തന്നെയാണ്. അതിന് ഒരു ഇതുമില്ല, ഒബ്ജക്ഷനും ഇല്ല. അല്ലെങ്കിൽ നമ്മളിന്ന് ഇവിടെ ഇരിക്കുക പോലും ചെയ്യില്ല. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഞാനിപ്പോൾ ഒരു PC സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ സ്വർണം പണയം വെച്ചിട്ടാണ് ഞാൻ PC ഇതാക്കിയത്. പിന്നെ എൻ്റെ മുമ്പത്തെ ഫോൺ ഇതാക്കിയിട്ട് ഞാനൊരു ഫോണ് സെക്കൻഡ് ഹാൻഡ് ഒരു ഫോൺ എടുത്തു. പിന്നെ ഇപ്പോൾ ഈ വീട് ഒരു വാടക 20,000 രൂപയെന്ന് ഇവിടെ വാടക. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിപ്പോൾ അടുത്ത മാസം എന്ത് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഒരു ക്രൈസിസിലാണ് നമ്മളുള്ളത്. ഈ പറഞ്ഞ പോലെ ഞാൻ PC സാധനങ്ങളെല്ലാം ഉമ്മാൻ്റെ ഇത് പണയം വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. തരാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം എങ്ങനെയല്ലോ ഒപ്പിച്ച് എടുത്തതാണ്. അപ്പോൾ അതും പിന്നെ ഈ എൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായ കഴിഞ്ഞ ഒരു മാസം ഇവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെയ്ത 1 മാസത്തെ യൂട്യൂബ് റവന്യൂ കൊണ്ടാണ് ഈ വീടും ഇതൊക്കെ നമ്മളിപ്പോൾ തൽക്കാലം എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മാസത്തിൻ്റെ നമ്മൾ എല്ലാവരും ഇതാക്കിയാലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. കുറച്ച് ഇതാണ് മനസ്സിലാവും. കുറച്ച് ഫിനാൻഷ്യലി നമ്മൾ നല്ല ബുദ്ധിമുട്ടിലാണ്. അതുണ്ട്, തുറന്നു പറയാം. എൻ്റെ പൊന്ന് ജനങ്ങളെ, ഈ മമ്മൂൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇവൻ്റെ കയ്യിൽ പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതാക്കണ്ട. എൻ്റെ കയ്യിലൊന്നും ഒരു ഉറപ്പില്ല. ഞാൻ കാര്യം പറയാം ഷമീർ, ഉള്ളത് തുറന്നു പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഉറപ്പില്ല. ഇവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. എൻ്റെ പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാൻ പോലും ബാക്കിയുള്ള ആൾക്കാരുടെ ഇറക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവിടുന്ന്. അങ്ങനെ തന്നെ നമ്മൾ എത്രയോ തവണ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, റാംബോന്റെ ഒരു ചായ കുടിച്ചാൽ ഇപ്പൊ 100 രൂപ കൂടിപ്പോയാൽ അതിന്റെ കണക്കൊരു 10 പ്രാവശ്യം പറയും. പിന്നെ അതിന്റെ കണക്കൊരു 10 പ്രാവശ്യം കാറിലിരുന്ന് ഇവൻ പറയും. നിങ്ങൾ ആരാന്നോ മാനേജർ ചില ദിവസങ്ങളിൽ മുനുമായിരിക്കും, ചില ദിവസങ്ങളിൽ റാംബോ ആയിരിക്കും. ഇവർ ഒരാളില്ലാണ്ടിരിക്കുമ്പോൾ ഒരാൾ മാറി അങ്ങനെയായിരിക്കും.
മുനു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളല്ല. മുനു ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് അവൻ്റെ തെറിവിൾ കേട്ടിട്ടാണെങ്കിലും നമുക്ക് 2 കടി കൂടുതലെടുക്കാൻ, പപ്സ് കൂടുതലെടുക്കാൻ പറ്റിയ അത് നമുക്ക് മേടിച്ചു തരുന്ന ഒരാളാണ് മുനു. പക്ഷെ റാംബോ അങ്ങനെയല്ല. റാംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തൊപ്പി പറയുന്നത് അതേപോലെ ഇതാക്കാനാണ്. നമ്മളൊരു സാധനം കൂടുതലെടുക്കാൻ പറഞ്ഞാടാ വെക്കടാടാ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു കർക്കശ ഇതായ, അതായത് ആ ഒരു മൈൻഡിലുള്ള ഒരാളാണ് ഈ റാംബോ എന്ന് പറഞ്ഞ വ്യക്തി. ഓനും ഒരുവിധം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരുന്നു കഴിച്ചു. കാരണം അല്ലെങ്കിൽ അവൻ ഈ പറഞ്ഞ പോലെ ഓൻ അറിഞ്ഞോ അറിയാതെയോ ഓനും അതിൽ കാരണമാണ്. ഓൻ അതിൽ നമ്മളെയായിരുന്നു കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഓൻ നിൽക്കണമായിരുന്നു ഈ റാംബോ എന്ന് പറഞ്ഞ വ്യക്തി. ഓൻ ഈ പറഞ്ഞ പോലെ തൊപ്പി പറയുന്നത് നടപ്പിലാക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമായിരുന്നു ഓൻ ചിന്തിച്ചത്. അത് അപ്പം അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു. നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ പറയാൻ, എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ മമ്മുവിനും എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ജാസിയും. നമ്മളിങ്ങനെ നമ്മൾ മാത്രമായി, മനസ്സിലായി. നമുക്ക് ആരോടും നമ്മളെ പ്രശ്നങ്ങൾ തുറന്ന് പറയാനോ ഇതാക്കാനോ എല്ലാം നമ്മൾ ഓനോട് ശ്രമിക്കും. നമുക്ക് അതിനുള്ള ഇതില്ല. ഓൻ ലൈവിൻ്റെ സമയമാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡോറ് തുറന്ന് വരും. ഓന് എല്ലാവരും റെഡിയാകും, പെട്ടെന്ന് ഇതാകും, പവറാകും, മറ്റേതാകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വാമപ്പ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുളിച്ച് മാറ്റി നമ്മളാട് ഇരിക്കും. അപ്പോൾ അവിടെ ഓൻ സ്റ്റോറി എടുക്കും. പിന്നെ ഓൻ്റെ ലൈവ് ഇതാക്കും. അതിൽ ലൈവിൽ ഡൗൺ ആണെങ്കിൽ ഓൻ്റെ നാക്കിനെ കൊണ്ട് നമ്മളെ കൊല്ലും. അന്നത്തെ ഒരു ലൈവിൽ എന്തെങ്കിലും 1 ഇഞ്ച് കൂടിപ്പോയി, 1 ഇഞ്ച് 2 മിനിറ്റ് മിണ്ടാണ്ട് നിന്നാല് ലൈവ് കഴിഞ്ഞ പാട് നല്ലൊരു തെറിവിളിയും പരിപാടി നല്ല പോലെ നമുക്ക് അറിയാം. ആ ഒരു തെറിവിളി നമുക്ക് അറിയാം. കാരണം ഈ ലൈവിൽ പോലും വിളിക്കാത്ത തെറികളാണ് നമ്മളെ വിളിക്കല്. നാക്കിനെ കൊണ്ടുപോകാൻ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും, മെന്റലി ഡൗൺ ആക്കും, നമ്മളെ കരയിപ്പിക്കും. നാക്ക് കൊണ്ടുപോകാൻ നമ്മളെ കരയിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ബെറ്ററാക്കാൻ വേണ്ടി ഇങ്ങനെ, ബെറ്ററാക്കാന്നല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൻ്റെ തെറിയേക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസം ശരിക്കും തെറിവിളി കേൾക്കാതിരിക്കാൻ വേണ്ടി മാത്രം. ജയില് പോലെയാണ് നമുക്ക് അനുഭവിക്കുന്നത്. കാര്യം പറയാം. കാരണം നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്നത് ഒരു BGM ഇതും ഒരു ഇമോഷണൽ സോങ്ങും ഇതെല്ലാം ഇട്ടിട്ട് നമ്മളെ തുള്ളി കളിക്കുന്നത്, നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാം. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് എന്താ തിരിയുന്നില്ല. നിങ്ങൾക്ക് നല്ല ഒരു അടിപൊളിയാണല്ലോ MRS ഗെയിമിലെ തൊപ്പിൻ്റെ പേരിലെ പിള്ളേർ അടിപൊളിയാണല്ലോ, പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു സാധനം, അതാണ് നിങ്ങളുടെ ചിന്തയിൽ. പക്ഷെ നിങ്ങൾക്ക് റിയൽ ലൈഫ്, അവിടെ ശരിക്കുള്ള ജീവിതം എന്താണ്, അത് നമുക്ക് മാത്രമേ അറിയാം. കാരണം നമ്മളെ അനുഭവിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാണ് ഞാനും ജാസിയും ഷമീറും എല്ലാവരും. അവിടെ കാരണം റാംബോൻ്റെ എല്ലാം അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാടാ. നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും ഓനിക്ക് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓൻ്റെ ഷഡ്ഡി കളിക്കിച്ചില്ല അടി, ഓൻ്റെ ഷഡ്ഡി കളിക്കിച്ചില്ല, അന്ന് പൈസയില്ല, ചായയില്ല, ഒന്നുമില്ല. ഓൻ്റെ എല്ലാം ആട്ടും തുപ്പും കേട്ടിട്ട് ഓൻ്റെ ഷഡ്ഡി വരെ അലക്കി ചാടം നിൽക്കണം. നിയാദിൻ്റെയും അതൊക്കെ എല്ലാം ഓക്കെ. നിയാദിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓള് ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നിയാദിൻ്റെ ഷഡ്ഡി പോയി അലക്ക്. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര താഴാന്ന്. നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കളോ? നമ്മൾ നായ്ക്കളാണോ അടുത്ത? നമ്മളും മനുഷ്യന്മാരല്ല. ഒന്നുമില്ലെങ്കിലും ഓൻ്റെ ലൈവ് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആക്കുന്നില്ല. അത് ഓനിക്ക് തോന്നുന്നില്ലേ? ഓനിക്ക് തോന്നുന്നുണ്ടോ? നീ അതെനിക്ക് തോന്നിനാ, എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. എൻ്റെ ലൈവിൽ ഇത്ര എൻ്റർടൈൻമെൻ്റ് ആക്കുന്നുണ്ട്, ചെറിയ എന്തെങ്കിലും നമുക്ക് തരണ്ടേ? ഈ ആട്ടും തുപ്പും ഇത് മാത്രം മതിയോ? സഹി കെട്ടുപോയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്നേഹമില്ലേ, അതെങ്കിൽ നമുക്ക് മതി. എന്താ പിന്നെ നമുക്ക് പറയാനുള്ളത്? ഇതിപ്പോ ഗൈസ് നമ്മൾ ഈ പറഞ്ഞത് മൊത്തം കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളൊരു ഇപ്പം 5 ഒരു 10-15% കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഇനിയും ഇവൻ്റെ പല കാര്യങ്ങളും തെളിവായിട്ടും എല്ലാ രീതിയിലും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും പറയാനോ ഇതാക്കാനോ ഒന്നും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാനേ നമുക്ക് താല്പര്യമുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ പറയാനോ ഇതാക്കാനോ ഒന്നും താല്പര്യമില്ല. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളും കൂടി ഒന്ന് അറിയണം. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇവർ പിരിഞ്ഞത്. നമ്മളെ കുറ്റക്കാരായി മാത്രം നിങ്ങൾ കാണരുത്. ഈ പറഞ്ഞ പോലെ നമ്മളെ കാട്ടി നമ്മളല്ല കുറ്റം ചെയ്തത്, മനസ്സിലായത്. നമ്മളവിടുന്ന് അടിയിട്ട് ഇറങ്ങിയത് ഈ പറഞ്ഞ പോലെ തൊയ്യും തെറിവിളിയും ഈ പറഞ്ഞ പോലെ പണിയെടുക്കുന്നതിന് പൈസ കിട്ടാതിരിക്കുകയും അതിൻ്റെ പേര് പിന്നെ ഈ പറഞ്ഞ പോലെ അടിമനെ പോലെ കാണുന്നതിൻ്റെ ഒക്കെ രീതി കൊണ്ടാണ് നമ്മളവിടുന്ന് ഇറങ്ങാനുള്ള കാരണം, വേറെ ഒന്നുമല്ല.
മനസ്സിലായി. ഇനിയെങ്കിലും ഒന്ന് മനുഷ്യനായിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയതാണ്. അതിന് വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനെ വരെ ആൾക്കാർ നെഗറ്റീവും ഇതും പറഞ്ഞ് നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് അതും ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവരെ ഞാൻ കുറ്റപ്പെടുത്തല്ല, അവർക്ക് അറിയില്ല. അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പീൻ്റെ കൂടെ ഉണ്ടായവർ ഇവർ പെട്ടെന്ന് മാറി ഇതാക്കി, ഇവർ പെട്ടെന്ന് എന്തോ വേറെ ഇവർ സ്വന്തമായിട്ട് ഇതാക്കാൻ വേണ്ടി എന്തോ ചെയ്തു എന്നോ അല്ലെങ്കിൽ ഈഗോ ആയിന്നോ തൊപ്പീനെ ഇട്ടിട്ട് പോയിന്നോ അങ്ങനെ പലതും തോന്നാം. അപ്പം